ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചിക്കനിൽ തയ്യാറാക്കിയ ഒരു രുചികരമായ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡ്രാഗൺ ചിക്കൻ. സ്റ്റാർട്ടർ ഡിഷാണ്. നമ്മൾ ചില്ലി ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ വേണം ഇവിടെ ചിക്കനെ കട്ട് ചെയ്തെടുക്കാൻ. നമുക്കിതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 സ്പൂൺ, പഞ്ചസാര 1/4 സ്പൂൺ, വെള്ള കുരുമുളക് പൊടി 2 സ്പൂൺ, മുളക് പൊടി 5 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 5 സ്പൂൺ, പാം ഓയിൽ 800 ഗ്രാം, കോൺഫ്ലവർ 4 സ്പൂൺ, മൈദ 3 സ്പൂൺ, ചില്ലി സോസ് 2 സ്പൂൺ, ടൊമാറ്റോ സോസ് 3 സ്പൂൺ, സോയാ സോസ് 2 സ്പൂൺ, ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, സവാള എന്നിവ വേണം ആവശ്യത്തിന്. പിന്നെ മുട്ട 1. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ആദ്യം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 750 ഗ്രാം പാം ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 4 സ്പൂൺ കോൺഫ്ലവർ, 3 സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 400 ഗ്രാം ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ പാം ഓയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ആവുമ്പോൾ അതിൽ നിന്ന് എണ്ണ വാർത്തെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 150 ഗ്രാം പാം ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, സവാള കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റാം. അതിനുശേഷം 4 സ്പൂൺ പാം ഓയിൽ ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ ഇളക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ വെള്ള കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതോടെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി. ഈ വിഭവം എല്ലാവർക്കും പ്രിയപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.